ഞാനുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. സാറേ നമുക്ക് തുടങ്ങാം. സ്വാഗതം ഞാൻ തന്നെ പറയാം. ജീവത് ഫൗണ്ടേഷന്റെ രണ്ടാമത് വെബിനാർ പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് നിയമപരമായി ദത്തെടുക്കാം. ഒരുപാട് ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ, തെറ്റിദ്ധാരണകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. അതും ഇന്ന് അന്താരാഷ്ട്ര ദത്തെടുക്കൽ മാസം കൂടിയാണ്, നവംബർ 2020. അപ്പൊ അതോടനുബന്ധിച്ച് കൂടിയാണ് നമ്മൾ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ഇന്നിവിടെ നമുക്ക് സെഷൻ കൈകാര്യം ചെയ്യുന്നത് കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ പ്രൊട്ടക്ഷൻ ഓഫീസർ കൂടിയായിട്ടുള്ള ഫസൽ സാറാണ്. സാറിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാണ്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ നമ്മൾ പാർട്ടിസിപ്പൻസ് ആയിട്ട് നമ്മൾ വിളിച്ചിട്ടുള്ളത് സോഷ്യൽ വർക്ക് സ്റ്റുഡൻസ്, അതുപോലെ തന്നെ ആശാ വർക്കർമാര്, അംഗനവാടി ടീച്ചേഴ്സ് തുടങ്ങിയ ആളുകളാണ്. എല്ലാവരും ഈ പരിപാടിയിലേക്ക് ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫസൽ സാറിനെ ക്ഷണിക്കുന്നു. തുടങ്ങല്ലേ? തുടങ്ങാം സാർ. 18 പേരായിട്ടുണ്ട്. ഓക്കെ, നമസ്കാരം. ഇപ്പോ പ്രിയപ്പെട്ട അൻഫാസ് സ്വാഗതത്തിൽ പറഞ്ഞ പോലെ ഇത് അന്താരാഷ്ട്ര അഡോപ്ഷൻ മന്തായിട്ട് കൂടെ എന്താ പറയാ ആചരിക്കുന്നൊരു സമയത്താണ് നമ്മൾ ഇത്തരത്തിലൊരു ട്രെയിനിങ് നടത്തുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ആളുകൾക്ക്, പ്രത്യേകിച്ച് പൊതുസമൂഹത്തിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് അംഗനവാടി വർക്കേഴ്സ്, ആശാ വർക്കേഴ്സ്, കുടുംബശ്രീ പ്രവർത്തകര്, സോഷ്യൽ വർക്കേഴ്സ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്ര നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഒരുപാട് തെറ്റിദ്ധാരണകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വിഷയത്തിന് പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയായാലും ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ, ഞാൻ ഇതിന് മുമ്പത്തെ പ്രോഗ്രാം കണ്ടായിരുന്നു. അതായത് നമ്മുടെ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കോവിഡ് സമയത്ത് നമുക്ക് ഒത്തുചേരാന് ശരിക്ക് ഇങ്ങനെ ഒരു മാർഗം ഉള്ളത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അവരവരുടെ ഏരിയയിൽ ഇരുന്നു കൊണ്ട് തന്നെ മീറ്റിങ്ങിലും പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതില് ഇത്തരത്തിലൊരു ചടങ്ങ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ മുന്നിട്ട് വന്നിട്ടുള്ള ജീവത് ഫൗണ്ടേഷന്റെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ആദ്യം തന്നെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതായത് സോഷ്യൽ വർക്ക് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പഠിച്ചിട്ടുള്ള SNDP കോളേജിലെ കുട്ടികൾ ജീവത് ഫൗണ്ടേഷന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭാഗമാവാൻ, അല്ലെങ്കിൽ ഈ ഒരു സംഘവുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ ആദ്യ ഘട്ടം എന്നുള്ള നിലക്കാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടെ ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിനും അതേപോലെ ഈ സംഘത്തിന്റെ നല്ല പ്രവർത്തനത്തിനും വേണ്ടി എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. കാരണം സമയത്തിന്റെ ഒക്കെ പ്രശ്നമുള്ളതിനെ കൊണ്ട് നേരിട്ട് വിഷയത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ദത്തെടുക്കൽ, അഡോപ്ഷൻ എന്ന് പറയുന്നതാണ്. അപ്പോ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ ബന്ധപ്പെട്ട മേഖലയിലുണ്ട്. അപ്പോ നമുക്ക് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ദത്തെടുക്കൽ എന്നും എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെന്നും അതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദത്തെടുക്കൽ എന്ന് പറയുമ്പോൾ സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനം കാണുന്നത് കുട്ടിയുടെ ഭാഗത്ത് നിന്നിട്ടാണ് എല്ലാ സമയത്തും സർക്കാർ ചിന്തിക്കുന്നത്, അല്ലാതെ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നല്ല. അതായത് കുട്ടിക്ക് നല്ലൊരു സാഹചര്യം, ഏതൊരു കുട്ടിക്കും നല്ലൊരു സാഹചര്യം ഒരുക്കി നൽകുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം.
ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും തോന്നുന്നുണ്ട് എന്താണ് ദത്തെടുക്കൽ, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ. ഇപ്പൊ ജന്മം നൽകിയ രക്ഷിതാക്കൾ വിവിധ സാഹചര്യങ്ങളെ കുട്ടിയെ സ്ഥിരമായി ഇതാവുന്ന വെച്ചു. സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോ ജന്മം നൽകിയ രക്ഷിതാക്കൾ, അതായത് ബയോളജിക്കൽ രക്ഷിതാക്കൾ, അവരുടെ കുട്ടിയുമായി ബന്ധപ്പെടുന്ന എല്ലാ അവകാശങ്ങളും എന്ത് ചെയ്യുന്നു, പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയും ദത്തെടുക്കുന്ന രക്ഷിതാക്കൾക്ക് നിയമപര ദത്തെടുക്കുന്ന രക്ഷിതാക്കൾക്ക് നിയമപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും കിട്ടുന്ന ഒരു പ്രക്രിയയാണ് ദത്തെടുക്കൽ എന്ന് പറയുന്നത്. അതാണ് ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു നിർവചനം എന്ന് പറയുന്നതാണ്. അപ്പോ ഈ ദത്തെടുക്കുക എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ ആർക്കൊക്കെയാണ് ദത്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോ ഒന്നാമതായിട്ട് നമ്മൾ അതിൽ പറയുകയാണെങ്കിൽ ദമ്പതികളായിട്ടുള്ള ആളുകൾ, അതായത് വിവാഹം കഴിച്ചിരിക്കുന്ന ദമ്പതികളായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ദത്തെടുക്കാം. അപ്പോൾ അതിലൊരു കണ്ടീഷനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് 2 വർഷമെങ്കിലും ഈ പറയുന്ന വിവാഹബന്ധം പുലർത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാരിറ്റൽ ലൈഫ് മുന്നോട്ട് പോയിട്ടുള്ള ആളുകൾക്ക് കുട്ടിയെ ദത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ സിംഗിൾ ആയിട്ട് താമസിക്കുന്ന, ഇപ്പൊ വിവാഹം കഴിക്കാത്ത ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ മാരീഡ് ആവാത്ത ആളുകൾ, അവർക്കും എന്ത് ചെയ്യാം, ദത്തെടുക്കാം. സിംഗിൾ പാരന്റിന് ദത്തെടുക്കാം. വിവാഹം കഴിഞ്ഞ് വിവാഹമോചനം നടത്തിയ ആളുകൾക്ക് എന്ത് ചെയ്യാം, ദത്തെടുക്കാം. ഇങ്ങനെയൊക്കെ എല്ലാ ആളുകൾക്കും ദത്തെടുക്കാം. പക്ഷെ സിംഗിൾ ആയിട്ടുള്ള ഒരാൾ, അതായത് ഒരു ആണോ അതല്ലെങ്കിൽ ഒരു പെണ്ണോ തനിച്ചാണ് ദത്തെടുക്കുന്നത് എങ്കിൽ ഒരു പെണ്ണ്, അതായത് ഒരു ദത്തെടുക്കുക, ഒരു സ്ത്രീയാണ് ദത്തെടുക്കുന്നതെങ്കിൽ അവർക്ക് ആൺകുട്ടിയെയും പെൺകുട്ടിയെയും എന്ത് ചെയ്യാം, ദത്തെടുക്കാം. 2 ജെൻഡറിൽ പെടുന്ന കുട്ടികളെയും ദത്തെടുക്കാൻ സാധിക്കും. എന്നാൽ ഒരു പുരുഷനാണ് ദത്തെടുക്കുന്നത് എങ്കിൽ അവർക്ക് ആൺകുട്ടിയെ മാത്രമേ ദത്തെടുക്കാൻ സാധിക്കുള്ളൂ, പെൺകുട്ടിയെ ദത്തെടുക്കാൻ എന്ത് ചെയ്യാം, സാധിക്കില്ല. ഇതാണ് ഇത് ആർക്കൊക്കെ ദത്തെടുക്കാം അല്ലെങ്കിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ദത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ കാര്യങ്ങളാണ്. അപ്പോൾ ഏതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇത്തരത്തിൽ കുട്ടികളില്ലാത്ത അല്ലെങ്കിൽ സ്വന്തമായി കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ദത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഒരു സെൻട്രലി, അതായത് ദേശീയ തലത്തിൽ ഒരു വെബ്സൈറ്റിലൂടെയാണ്, അതായത് ഒരു വെബ്സൈറ്റ് മുഖേനയാണ് ദത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രക്രിയകളും നടക്കുന്നത്. ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം ആണ്. ഈ സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് പറയുന്നത് കാര, ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാര എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഈ കാര എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പൊ കേരളത്തിലുള്ള നമ്മളെ സംബന്ധിച്ച് നമുക്ക് കാശ്മീരിൽ നിന്നുള്ള ഒരു കുട്ടിയെ നമുക്ക് ദത്തെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തുള്ള കുട്ടികളെയും നമുക്ക് എന്ത് ചെയ്യാം, ദത്തെടുക്കാൻ. www.cara സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി .nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ദത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ദത്തെടുക്കുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ രേഖ, അതായത് എന്താ പറയാ, നമ്മുടെ അഡ്രസ്സ് തെളിയിക്കുന്ന രേഖയാണ്. അതായത് മേൽവിലാസം തെളിയിക്കുന്ന രേഖ, അതേപോലെ തന്നെ ഫാമിലി ഫോട്ടോ, പാൻ കാർഡ്, അതേപോലെ അതായത് വയസ്സ് തെളിയിക്കുന്ന രേഖ, അതേപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു തെറ്റിദ്ധാരണ വരാനുള്ള സാധ്യത ഉണ്ട്. പല ആളുകളും അത് വിചാരിച്ചിട്ടുള്ളത് സ്വന്തമായി കുട്ടികൾ എന്താ പറയാ ഇല്ലാത്ത ആളുകൾക്ക് മാത്രം, അല്ലെങ്കിൽ സ്വന്തമായി കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത ഇല്ലാത്ത ആളുകൾക്ക് മാത്രമാണ് ദത്തെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല.
അവർക്ക് സ്വന്തമായി കുട്ടികളുള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, ദത്തെടുക്കാൻ സാധിക്കും. 2 കുട്ടികളുള്ള, അതായത് സ്വന്തമായി 2 കുട്ടികളുള്ള ആൾക്ക് വരെ എന്ത് ചെയ്യാം, ദത്തെടുക്കാൻ സാധിക്കും. ഇത് അതേപോലെ തന്നെ വേറെ അസുഖങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ലൈഫിന് ഭീഷണിയാവുന്ന തരത്തിലുള്ള അസുഖങ്ങളൊന്നുമില്ല എന്ന് തെളിയിക്കുന്ന രേഖയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട രേഖ എന്ന് പറയുന്നത് മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ മാരേജ് സർട്ടിഫിക്കറ്റ് നമുക്ക് പള്ളിയിൽ നിന്നോ ക്ഷേത്രത്തിൽ നിന്നോ കിട്ടിയത് പോരാ, നമുക്ക് പഞ്ചായത്തിൽ നിന്നോ അതേപോലെ തന്നെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി പോലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന ജനന സർട്ടിഫിക്കറ്റ് വിവാഹ സർട്ടിഫിക്കറ്റ് തന്നെ വേണം. അതേപോലെ വിവാഹമോചന ആയിട്ടുള്ള കേസുകളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതിന്റെ രേഖകൾ വേണം. ഇതൊക്കെയാണ് ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രേഖ. പക്ഷെ ഇപ്പൊ നിലവിൽ കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൂടെ വേണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് ഇത്ര രേഖകൾ മാത്രമാണ് വേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട, അതായത് നിയമപരമായി ദത്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ നിയമപരമായിട്ട് ദത്തെടുക്കുമ്പോൾ ഇന്ത്യയിൽ ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളെ കുറിച്ച് പറയാം. നമ്മൾ ഈ പറയുന്നതൊക്കെ ബാലനീതി നിയമം എന്ന് പറയും, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. പല ആളുകളും കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ ഒരുപാട് സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന ജുവനൈൽ എന്താ പറയാ JJ ആക്ട് എന്ന് പറയുന്ന ആക്ടിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ദത്തെടുക്കൽ പ്രക്രിയകളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. JJ ആക്ട്. ഇപ്പൊ JJ ആക്ട് നമുക്ക് 2015 ആക്ട് പ്രകാരമാണ്. ഈ ആക്ട് പ്രകാരം 18 വയസ്സ് വരെയുള്ള കുട്ടികളെ എന്ത് ചെയ്യാം, നമുക്ക് ദത്തെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ മറ്റൊരു നിയമം എന്ന് പറയുന്നത്, അതായത് ബാലനീതി നിയമവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുന്ന അതിന്റെ റൂൾ ഉണ്ട്, മോഡൽ റൂള്. ബാലനീതി ചട്ടം 2016 ചട്ടമുണ്ട്. അതേപോലെ തന്നെ 2017 വരുന്ന ദത്തെടുക്കൽ മാർഗരേഖ, ഗൈഡ് ലൈൻ ഉണ്ട്. ഓക്കെ, ഇത് കൂടാണ്ട് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾക്ക് ദത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹിന്ദു അഡോപ്ഷൻ മെയിൻ്റെനൻസ് ആക്ട് പ്രകാരം, ആമ എന്ന് പറയും, 1956 നിയമമാണ്. ഈ നിയമപ്രകാരം എന്ത് ചെയ്യാം, ദത്തെടുക്കാൻ സാധിക്കും. അത് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. എല്ലാ കമ്മ്യൂണിറ്റിയിലും പെടുന്ന ആളുകൾക്കും എല്ലാവർക്കും ദത്തെടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ബാലനീതി നിയമം. അപ്പൊ നമ്മൾ ഈ പറയുന്ന ചർച്ച ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബാലനീതി നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോ ഇനി അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പൊ എല്ലാ ആളുകളെ സംബന്ധിച്ചും അവർക്ക് താല്പര്യം ചെറിയ കുട്ടികളെ കിട്ടുക എന്നുള്ളതായിരിക്കും. അതായത് പ്രസവിച്ച ഉടനെ ഉള്ള കുട്ടികളെ കിട്ടുക എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും താല്പര്യം. ഓക്കെ, പക്ഷേ ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവർക്കും ചെറിയ കുട്ടികളെ കിട്ടൂല. അപ്പൊ ചെറിയ കുട്ടികളെ കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ട്. അതായത് രക്ഷിതാക്കളുടെ പ്രായത്തിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഏജ് ഗ്രൂപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പൊ 0 മുതൽ 4 വയസ്സ് വരെ, അതായത് ഏറ്റവും ചെറിയ കുട്ടി 0 വയസ്സ്, ഏറ്റവും ചെറിയ പ്രായങ്ങളെ കിട്ടുക എന്ന് പറയുന്നത് ദമ്പതികളാണെങ്കിൽ, ഇപ്പോ ഭാര്യയുടെയും ഭർത്താവിന്റെയും കൂടെ പ്രായം കൂട്ടുമ്പോൾ 90 വയസ്സിന് മുകളിലാവാൻ പാടില്ല, അതിന്റെ ചുവടെ ആവണം. ഓക്കെ, ഇനി ഒരു വ്യക്തിയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിക്ക് എടുക്കാലോ, അങ്ങനെ വ്യക്തിയാണ് ദത്തെടുക്കുന്നതെങ്കിൽ അവർക്ക് 45 വയസ്സിന് താഴെ ആയിരിക്കണം. ഓക്കെ, അത് ആണെങ്കിൽ 4 മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് കിട്ടുക. അത് ഏകദേശം 100 വയസ്സ് വരെ, അതായത് ഭാര്യയുടെയും ഭർത്താവിന്റെയും കൂടെ പ്രായം കൂട്ടുന്ന സമയത്ത് 100 വയസ്സ് വരെ ആണെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന പോലെ 4 വയസ്സിനും 8 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെയാണ് കിട്ടുക. പിന്നെ അതിന് മുകളിൽ 110 വയസ്സ് വരെയാണ് എന്ത് ചെയ്യുക, ദത്തെടുക്കാൻ സാധിക്കുക. അപ്പോൾ അത്രയും വലിയ കുട്ടികളായിരിക്കും കിട്ടുക. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദത്തെടുക്കാൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രായം എന്ന് പറയുന്നത് ബിലോ 90 ആണ്. അതായത് രണ്ടാളുടെ പ്രായം കൂടെ കൂട്ടുമ്പോൾ 90 വയസ്സിന് താഴെയുള്ള ആളുകളാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള, അതായത് ദത്തെടുക്കുന്നതിന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതലുള്ള കുട്ടി പറയുന്നത് ഈ പറയുന്ന 0 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ ഓഫീസിലൊക്കെ സ്ഥിരം കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്, ഇപ്പൊ 90 വയസ്സ് കഴിഞ്ഞ് 1-2 ദിവസമായി ചിലപ്പോൾ ആയിട്ടുണ്ടാവുള്ളൂ, അതായത് രണ്ടുപേരുടെയും കൂടെ പ്രായം കൂട്ടുന്ന സമയത്ത്. പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് ചെറിയ കുട്ടികളെ കിട്ടില്ല. ആ ഒരു സ്ലാബില് ആദ്യം കാണുന്ന ഒരു രീതിയിലുള്ള കുട്ടികളെ കിട്ടൂല. അപ്പൊ കുട്ടികളെ അവർക്ക് കിട്ടാൻ തന്നെ കാലതാമസം എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഓക്കെ,
അപ്പൊ ദത്തുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ അതുമായി ബന്ധപ്പെട്ട രേഖകളെ കുറിച്ച് പറഞ്ഞു. നമ്മളിപ്പോ എങ്ങനെയാണ് ആർക്കൊക്കെയാണ് ദത്തെടുക്കാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ അതുമായി ബന്ധപ്പെട്ട ഏജ് ക്രൈറ്റീരിയ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു പ്രൊസീജിയർ, അതായത് ഇതിന്റെ എന്താ പറയാ, ഇതിന്റെ ഒരു പ്രോസസ്സ്, പ്രക്രിയ എന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ പല ആളുകളോടും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നിയമപരമായിട്ട് ദത്തെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒക്കെ പറയാറുണ്ട്. ഇപ്പം ഇതില് സോഷ്യൽ വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, അതേപോലെ തന്നെ സമൂഹത്തിൽ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ഇതിൽ ഒരുപാട് പേരുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, ദത്തെടുക്കുക, നിയമപരമായിട്ട് ദത്തെടുക്കുക എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗമാണ്, അത്ര വലിയ പ്രയാസങ്ങളൊന്നും ഇല്ല എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റണം. ഓക്കെ, അപ്പൊ അതിൽ ഒന്നാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത്, അതായത് ദത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രൊസീജിയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും നമ്മൾ തയ്യാറാക്കി വെക്കുക എന്നതാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു എന്തൊക്കെ രേഖകൾ വേണമെന്നുള്ളത്. ഓക്കെ, ഇനി അവസാനം നമുക്ക് ഇതിന്റെ കോണ്ടാക്റ്റും കാര്യങ്ങളും മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് തരാം. ഇതിനാവശ്യമുള്ള രേഖകളാണ് ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത്. ഈ രേഖകൾ മൊത്തം നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നേരത്തെ കാണിച്ച കാര എന്ന് പറയുന്ന വെബ്സൈറ്റ്, www.cara എന്ന് പറയുന്ന വെബ്സൈറ്റ്, ഈ വെബ്സൈറ്റിൽ നമ്മൾ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും അതിൽ രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോ ഒരു വാട്സപ്പ്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഒക്കെ തുടങ്ങുന്ന പോലെ നമ്മളെ ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്ത് നമുക്ക് സ്വയം തന്നെ ഒരു കമ്പ്യൂട്ടർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് വിത്തിൻ 1 month, അതായത് ഒരു മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഡോക്യുമെന്റ്സുകളെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒന്ന് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് സെലക്ട് ചെയ്യാം നമ്മളെ ഈ രജിസ്ട്രേഷൻ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ചില ആളുകൾക്ക് ആൺകുട്ടികളെ ആയിരിക്കും ഇഷ്ടം, ആൺകുട്ടി വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ചില ആളുകൾക്ക് പെൺകുട്ടിയെ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ചില ആളുകളെ സംബന്ധിച്ച് 2 കുട്ടിയായാലും പ്രശ്നമില്ല എന്നുള്ള ഒരു അതുണ്ടാവും. അപ്പോൾ ആൾക്ക് എന്ത് ചെയ്യാം, തെരഞ്ഞെടുക്കാൻ സാധിക്കും ഏത് കുട്ടിയെയാണ് വേണ്ടത്, ഏത് ജെൻഡറിലുള്ള കുട്ടിയാണ് വേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന രജിസ്ട്രേഷൻ സമയത്ത് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ചില ആളുകൾക്ക് കേരളത്തിൽ നിന്ന് തന്നെ കുട്ടിയെ വേണം എന്നുള്ള താല്പര്യം ഉണ്ടാവും. ചില ആളുകളെ സംബന്ധിച്ച് പുറത്തുനിന്ന്, അതായത് കേരളത്തിന് പുറത്തുള്ള സ്ഥലത്ത് നിന്ന് കുട്ടിയെ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് രജിസ്റ്ററിൽ എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള സ്റ്റേറ്റുകൾ പ്രയോറിറ്റി അനുസരിച്ച് 3 എണ്ണമായിട്ട് കൊടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് എവിടുന്നാണെങ്കിലും നമുക്ക് കുട്ടിയെ ഏറ്റെടുക്കാം. ഫ്രം എനിവേർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇന്ത്യയിൽ നിന്ന് എവിടെയാണോ അവൈലബിൾ ആവുന്നത് അവിടുന്ന് നമുക്ക് കുട്ടിയെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇതാണ് ഇതിന്റെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി മൂന്നാമതായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏജൻസിയാണ്. അതായത് ഇപ്പൊ മലപ്പുറം ജില്ലയിലുള്ള ആളുകളാണ് എങ്കിൽ മലപ്പുറം ജില്ലയിലുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസി, അംഗീകൃത ദത്തെടുക്കൽ കേന്ദ്രം നമ്മൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷനിൽ കൊടുക്കണം. അപ്പോൾ മലപ്പുറം ജില്ലയിൽ ശിശു പരിപാലന കേന്ദ്രമാണ് മലപ്പുറത്ത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്, ഈ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ അത്ര വലിയ പ്രയാസമൊന്നുമില്ല. നമുക്ക് സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ അറിയുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഓക്കെ, ഫോണിലും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഈ രജിസ്ട്രേഷന് ശേഷം നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ്സ്, നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 monthനകം ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, വീട്ടിൽ വന്നിട്ട്, അതായത് ഈ രജിസ്റ്റർ ചെയ്ത രക്ഷിതാക്കളുടെ വീട്ടിൽ വന്നിട്ട് അന്വേഷണം നടത്തുകയും ആ വീട്ടിലത്തെ സാഹചര്യം പരിശോധിച്ച് കുട്ടിയെ അങ്ങോട്ടേക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് എന്ത് ചെയ്യും, ഒരു ഹോം സ്റ്റഡി നടത്തും. ഈ ഹോം സ്റ്റഡിക്ക് ശേഷം ഓക്കെ, ചില സാഹചര്യത്തിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യും, ചില സാഹചര്യത്തിൽ റിജക്ട് ചെയ്യും. ഇപ്പൊ കുട്ടിയെ നോക്കാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് അഡോപ്ഷന് എന്ത് ചെയ്യാൻ പറ്റില്ല, റെക്കമെൻഡ് ചെയ്യാൻ പറ്റൂല. അഡോപ്ഷന് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും, എല്ലാ കുട്ടിക്ക് വളരാൻ പറ്റുന്ന സൗകര്യങ്ങളുള്ള സാഹചര്യമാണോ എങ്കിൽ
അത് റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നതോട് കൂടി എന്നിട്ട് ആ റിപ്പോർട്ട് ഈ പറയുന്ന ബന്ധപ്പെട്ട ഏജൻസി ഈ വെബ്സൈറ്റിൽ കയറ്റുന്നതോടുകൂടി നമുക്ക് നമ്മുടെ സീനിയോറിറ്റി കാണാൻ പറ്റും. അതായത് എത്രാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഒരു 1500 2000 ഒക്കെ ആയിരിക്കും നമ്മുടെ പൊസിഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ അത് നമുക്ക് ഏത് സമയത്തും ആ വെബ്സൈറ്റിൽ കയറി നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സീനിയോറിറ്റി കാണാം. അങ്ങനെ സീനിയോറിറ്റി കണ്ട് എങ്ങനെ പോവാം, നമുക്ക് കുട്ടിയെ കിട്ടാനാവുന്ന സമയത്ത് നമുക്ക് അതിന്റെ മെസ്സേജ് കാര്യങ്ങൾ ഫോണിലേക്കും അതേപോലെ നമ്മുടെ മെയിൽ ID-യിലേക്കും കൃത്യമായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിനോട് പ്രതികരിക്കുക. അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുട്ടിയുടെ ഫോട്ടോയും മറ്റു വിവരങ്ങളും എല്ലാം നമുക്ക് കാണിച്ചു തരും. അതിനെ തുടർന്ന് നമുക്ക് കുട്ടീനെ ഏറ്റെടുക്കാനുള്ള സൗകര്യവും, എവിടെയാണോ കുട്ടിയുള്ളത് അവിടെ പോയി നമുക്ക് കുട്ടിയെ ഏറ്റെടുക്കാനുള്ള സൗകര്യവും ഒക്കെ കിട്ടും. മാത്രവുമല്ല, നമുക്ക് കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ കോടതി മുഖേന നമുക്ക് കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ പുതിയ ജനന സർട്ടിഫിക്കറ്റ്, ഇപ്പൊ കുട്ടിക്ക് പല പേരുകളൊക്കെ ആയിരിക്കും, പക്ഷെ നിങ്ങളെ ഇപ്പൊ ഇതിലേക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോ ഇത് അത്ര വലിയ പ്രയാസമുള്ള കാര്യങ്ങളൊന്നുമല്ല, കൃത്യമായി മനസ്സിലാക്കി ഇത് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ബന്ധപ്പെട്ട സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇതാണ് ദത്തെടുക്കുന്നതിനുള്ള ഓപ്ഷൻ. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടില് ഇപ്പോ എന്താ ഒരു കുട്ടി, ഒരു സഹോദരിക്ക് ഒരു കുട്ടിയുണ്ട്, സഹോദരനുണ്ട്, അതിൽ സഹോദരിക്ക് ഒരു കുട്ടിയുണ്ട്. സഹോദരന് കുട്ടികളില്ല. അപ്പോ സഹോദരി തീരുമാനിക്കുകയാണ് എൻ്റെ ഒരു കുട്ടിയെ ഞാൻ സഹോദരന് കൊടുക്കുകയാണ് എന്ന്. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്തത്. അപ്പൊ ഈ പറയുന്ന ബാലനീതി നിയമത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ബന്ധുക്കൾക്ക് എന്ത് ചെയ്യാം, കുട്ടിയെ ദത്തെടുക്കാം. അത് ഈ പറയുന്ന നിയമപ്രകാരം തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ വെബ്സൈറ്റിൽ അതിന് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ദത്തെടുക്കാൻ പറ്റുന്ന ഏതൊക്കെ ബന്ധുക്കൾക്കാണ് പറ്റുക എന്നുള്ളതാണ് നിങ്ങളിപ്പോ സ്ലൈഡിൽ കാണുന്നത്. അതിൽ ഒന്നാമത് പറ്റുന്നത് മാതൃ സഹോദരൻ, അതായത് മാതാവിന്റെ സഹോദരൻ, അതേപോലെ മാതാവിന്റെ സഹോദരി, പിതാവിന്റെ സഹോദരൻ, പിതാവിന്റെ സഹോദരി. അതിൽ ഗ്രാൻഡ് പാരന്റ് എന്നാണ് സ്പെല്ലിങ്, ചെറിയൊരു ഇതുണ്ട്. അതായത് വല്യച്ഛൻ വല്യമ്മ അത്തരത്തിലുള്ള ഗ്രാൻഡ് പാരന്റ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്തരം ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദത്തെടുക്കാൻ പറ്റും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുട്ടികളെ വളർത്തുന്ന ഒരുപാട് പേരുണ്ടാവും. ഓക്കെ, പക്ഷെ അതൊന്നും ആർക്കും അറിയില്ല. അവർക്കത് നിയമപരമായിട്ട് ആക്കാനുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും. അപ്പൊ അത്തരം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ ബന്ധുക്കൾക്ക് എന്ത് ചെയ്യാം, ദത്തെടുക്കാം എന്ന് പറയുന്ന കാര്യം. അപ്പൊ അങ്ങനെ വരുമ്പോഴുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന കുട്ടിയുടെ പേര്, ഈ പറയുന്ന കുട്ടികൾക്ക് എന്താ പറയാ, നേരത്തെ പറയുന്ന പോലെ എല്ലാ അവകാശങ്ങളും ഇവരുടെ ഈ ബന്ധുക്കളുടെ കുട്ടിയായിട്ട് തന്നെ വളരുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കും. അവരുടെ രേഖയിലും കാര്യങ്ങളിലൊക്കെ ഈ കുട്ടിന്റെ പേരും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, ഇതാണ് ദത്തെടുക്കൽ. ഇതേപോലെ ബന്ധുക്കൾക്ക് ദത്തെടുക്കാം എന്നുള്ള പോലെ തന്നെ എടുക്കാൻ പറ്റുന്നതാണ് സ്റ്റെപ്പ് ഫാദർ, അതായത് രണ്ടാനച്ഛൻ, രണ്ടാനമ്മ എന്നൊക്കെ പറയുന്ന വളരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം കേസിലും എന്ത് ചെയ്യാൻ പറ്റും, ദത്തെടുക്കാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. നമ്മൾ ഇത് നിയമപരമായി എങ്ങനെ ദത്തെടുക്കാം എന്ന് ഇന്ന് ഈ ചർച്ചയ്ക്ക് പേര് കൊടുക്കാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടില് നിയമപരമല്ലാതെ നടക്കുന്ന ദത്തെടുക്കൽ ഒരുപാട് കൂടുതലാണ്. ആരെങ്കിലും ഒരു കുട്ടിയെ തരാം, ഇത്ര പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജില്ലയിൽ പോലും ഇത്തരത്തിലുള്ള ദത്തെടുക്കൽ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ദത്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രേഖകളോ കാര്യങ്ങളോ ഒന്നും കിട്ടൂല. മാത്രമല്ല നിങ്ങൾക്ക് മീൻസ് നമ്മള് സൊസൈറ്റിയിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്, നമുക്കിതൊരു ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ള. അപ്പൊ അത്തരത്തിലുള്ള ഒന്നും ഒരു കൃത്യമായ രീതിയിൽ പോകില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിയമപരമായിട്ട് ദത്തെടുക്കുന്നതിനെ കുറിച്ച് ഇതിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് കമ്മ്യൂണിറ്റിയിൽ. അപ്പൊ അതുകൊണ്ട് ഈ വിവരം നമ്മൾ അറിഞ്ഞ അവർക്ക് കൃത്യമായ വിവരം കൊടുക്കുകയും ബന്ധപ്പെട്ട ഏജൻസികളെ, ഇപ്പൊ നിങ്ങൾക്ക് ഏത് സമയത്തും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇത്തരം ഏജൻസികളെ ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിവാരണം നടത്തി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.
ഇനി ഇപ്പൊ ദത്തെടുക്കുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താൽക്കാലികമായി പോറ്റി വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി. ഫോസ്റ്റർ കെയർ എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടെ നമ്മുടെ ഈ ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് താൽക്കാലികമായിട്ടാണ്, ഏകദേശം 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 6 മാസത്തേക്കൊക്കെ ടെമ്പററി ആയിട്ടാണ് കൊടുക്കാറ്. ആ കൊടുക്കുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ദത്തെടുക്കലിലേക്ക് വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് സ്വന്തം രക്ഷിതാക്കളുടെ എല്ലാവിധ അവകാശങ്ങളും ഒഴിവാക്കിയതിന് ശേഷമാണ് വരുന്നത്. എന്നാൽ പോറ്റി വളർത്തൽ അഥവാ ഫോസ്റ്റർ കെയർ എന്ന് പറയുന്ന പദ്ധതിയിൽ അത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒഴിവാക്കുന്നില്ല. താൽക്കാലികമായി കുട്ടികളെ വളർത്താൻ പറ്റാത്ത സാഹചര്യമുള്ള രക്ഷിതാക്കളുടെ കുട്ടികളെ ഫോസ്റ്റർ പാരന്റ്, അതായത് പോറ്റി വളർത്തുന്ന രക്ഷിതാക്കൾക്ക് കുറച്ച് താൽക്കാലിക സമയത്തേക്ക് ഏറ്റെടുക്കാം എന്നുള്ളതാണ്. പക്ഷെ ഈ ഭാവിയിൽ രക്ഷിതാക്കൾ വരാതിരിക്കുകയോ അല്ലെങ്കിൽ കുട്ടീനെ തിരിച്ച് ഏറ്റെടുക്കാതിരിക്കുകയോ ആണെങ്കിൽ ഈ പറയുന്ന രക്ഷിതാക്കൾക്ക് ഏറ്റെടുക്കാനുള്ള അല്ലെങ്കിൽ ദത്തെടുക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ഫോസ്റ്റർ കെയറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയാണ് അവതരിപ്പിക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുടെ സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ അത്തരം സംശയങ്ങൾ നിവാരണം ചെയ്ത് പോവുകയായിരിക്കും ഒന്നുകൂടെ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ അവതരിപ്പിച്ചതിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് അങ്ങനെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ അപ്പൊ നേരിട്ട് സാറിനോട്. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? ഈ ഓൾറെഡി ഒരു കുട്ടിയുള്ള ഒരാൾക്ക് പിന്നെയും ദത്തെടുക്കാൻ പറ്റുമോ? അതെ, അതാണ് നേരത്തെ പറഞ്ഞത്. ഓൾറെഡി 2 കുട്ടികളുള്ള ആൾക്ക് വരെ ദത്തെടുക്കാൻ സാധിക്കും. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടോ? ഓക്കെ, 2 ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു കുട്ടികളുള്ള ആൾക്ക് ദത്തെടുക്കാൻ സാധിക്കും. ഒരു കുട്ടി അതേപോലെ 2 കുട്ടികളുള്ള ആൾക്ക് വരെ ദത്തെടുക്കാൻ സാധിക്കും. അങ്ങനെ 2 കുട്ടികളുള്ള ആളുകള് ദത്തെടുത്തു കഴിഞ്ഞാൽ അവരുടെ ദത്തെടുത്ത കുട്ടിയും സ്വന്തം കുട്ടിക്കും ഒരേ തരത്തിലുള്ള അവകാശമായിരിക്കും. അതായത് ആ 3 ദത്തെടുത്ത കുട്ടി ഒരേ അവകാശത്തിലായിരിക്കും. ഓക്കെ, ഈ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ എന്നുള്ളതാണ്. ട്രാൻസ്ജെൻഡറിന്റെ പ്രശ്നം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രാൻസ്ജെൻഡറിന് കപ്പിളായിട്ട് ദത്തെടുക്കാൻ സാധിക്കില്ല. നിലവിലുള്ള നിയമം അനുസരിച്ച് നിയമം ഭേദഗതി വരാൻ സാധ്യത ഉണ്ട്. പക്ഷെ നിലവിലുള്ള സാഹചര്യത്തിൽ അവർക്ക് കപ്പിളായിട്ട് ദത്തെടുക്കാൻ സാധിക്കില്ല. പക്ഷെ സിംഗിൾ ആയിട്ട് ദത്തെടുക്കാൻ സാധിക്കും. ഇപ്പൊ മെയിലാണെങ്കിൽ അങ്ങനെ കൊടുത്ത് ചെയ്യാം. അതാണ് നിലവിലുള്ള നിയമം അനുസരിച്ചിട്ടുള്ള സാധ്യത. പക്ഷെ അത് വൈകാണ്ട് വരാനുള്ള സാധ്യത ഉണ്ട്, നിലവിലില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇപ്പോഴാണ് കുറെ പേര് ജോയിൻ ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സാറിനോട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചോദിക്കാം. ഇപ്പൊ ജോയിൻ ആയ ആളുകൾ. ഓക്കെ, അതായത് ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ ചോദിക്കാവും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുകയാണെങ്കിൽ ഒരുപാട് പറഞ്ഞു പോകാനുണ്ട് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഇപ്പൊ സ്ക്രീനിലുള്ള ഒരു കാര്യം, ഇപ്പൊ വിദേശത്തുള്ള ആളുകളാണ്, വിദേശത്തുള്ള ഇന്ത്യക്കാരാണ് എങ്കിൽ അവർക്ക് അവിടുത്തെ ഏജൻസി മുഖേന രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അവിടുത്തെ ഹലോ സാർ, പിന്നെ ഈ സ്വന്തമായിട്ട് ഭൂമിയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇപ്പൊ ഈ കുട്ടികളെ ദത്തെടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഉണ്ടാ? ഓക്കെ, അതായത് സ്വന്തമായിട്ട് ഭൂമി വേണമെന്നൊന്നും പറയുന്നില്ല, അങ്ങനെ നിയമത്തിലില്ല. പക്ഷേ അതായത് കുട്ടിക്ക് സുരക്ഷിതമായ രീതിയിൽ വളരാൻ ആവശ്യമായ സാഹചര്യം വേണമെന്നാണ് പറയുന്നത്. അതായത് താമസ സൗകര്യം, ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ, പാർപ്പിട സൗകര്യം, അങ്ങനെ ഒരു കുട്ടിക്ക് വളരാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും വേണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ കേരളത്തിന്റെ ഒരു കണ്ടീഷന് മിനിമം 2.5 ലക്ഷം രൂപ വാർഷിക വരുമാനം, അതായത് ഒരു വർഷത്തിൽ 2.5 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന ഫാമിലിക്ക് കുട്ടിയെ ദത്തെടുക്കാൻ പറ്റുമോ എന്ന് കേരളത്തിൽ അത്തരത്തിലൊരു സർക്കുലർ പുതുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. കാരണം എന്റെ അനിയത്തിന്റെ നാത്തൂർക്ക് ഒരു കുട്ടീനെ ദത്തെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അവരെ വീട് കുടുംബ വീടായതുകൊണ്ട് കിട്ടിയില്ല. ഒരുപാട് ഒരു കോടതിയിൽ കയറി ഇറങ്ങിയിട്ട് കിട്ടിയില്ല. അല്ല, അതായത് ഇത്രയേ ഉള്ളൂ. എന്താ പറയാ, വീട് സൗകര്യം നോക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് വളരാനുള്ള സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ അന്വേഷണ സംഘത്തെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ തുടർന്നുള്ള ആളുകളെ സമീപിക്കാവുന്നതാണ്. പ്രൊസീജിയർ ഒരുപാടുണ്ടല്ലേ?
പ്രൊസീജിയർ ഒരുപാട് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളതിനെ നോക്കി കാണുന്ന രീതി പോലെ ഇരിക്കും. ഞാൻ പറഞ്ഞ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ കൃത്യമായ എല്ലാ ഡോക്യുമെന്റ്സും നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന പ്രൊസീജിയർ കൃത്യമായി ചെയ്യുകയാണ് എങ്കിൽ വലിയ പ്രൊസീജിയറോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഒരു കുട്ടിനെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടിനെ നമുക്ക് തരുന്ന സമയത്ത്, സർക്കാർ നമുക്ക് തരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതിന് നേരത്തെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നമ്മൾ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടല്ല കുട്ടിയെ കൊടുക്കുന്നത്, കുട്ടിക്ക് വേണ്ടിയിട്ടാണ് രക്ഷിതാവിനെ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് എല്ലാവിധ സാഹചര്യങ്ങളും ആ കുടുംബത്തിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ കൃത്യമായി ആ ഫോളോ ചെയ്യുന്ന, അതായത് പ്രൊസീജിയർ ഫോളോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ പ്രയാസങ്ങൾ വരില്ല. അതായത് കൃത്യമായ വിവരങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ വരുന്നത്. ഇപ്പൊ കുറെ ആളുകൾ ചിന്തിക്കുന്ന കാര്യം, നമ്മൾ വരുമാനം കുട്ടിയുടെ, അല്ലെങ്കിൽ എന്താ പറയാ, കുട്ടിയുടെ പേരിൽ ബാങ്ക് ഡെപ്പോസിറ്റ് വേണം, കുട്ടിയുടെ പേരിൽ ഇത്ര സ്ഥലം എഴുതി വെക്കണം, അല്ലെങ്കിൽ ഇത്ര പൈസ കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട് ആകെ വരുന്ന ചെലവ് എന്ന് പറയുന്നത് 46,000 രൂപയാണ് മൊത്തം. അതായത് കുട്ടിയെ ഫസ്റ്റ് മുതൽ അവസാനം വരെ വരുന്ന 46,000 രൂപ. ഇത് കൃത്യമായി സർക്കാരിലേക്കും അതുമായി ബന്ധപ്പെട്ട ഏജൻസിയിലേക്കും മാത്രമേ പോകുന്നത്. അതിൽ കൂടുതൽ ഒരു തുക പോലും നമ്മൾ നൽകേണ്ടതില്ല. താങ്ക് യു സാർ. ഓക്കെ 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 ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. പെട്ടെന്ന് ചോദിക്കാം, നമുക്ക് സമയം പരിമിതമാണ്. നമ്മളെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് സാർ, ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട്. അതെ, ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതായത് നേരത്തെ പറഞ്ഞ 46,000 രൂപ എങ്ങനെയാണ് കൊടുക്കുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ വീട്ടിലെ സന്ദർശനം നടത്തുന്ന സമയത്ത് 6,000 രൂപ വരും. കുട്ടീനെ കൈമാറുന്ന സമയത്ത്, അതായത് കുട്ടീനെ നമ്മളെ കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് 24,000 രൂപ നമ്മൾ കൊടുക്കണം. കോടതി ഉത്തരവ് വരുന്ന സമയത്ത് 16,000 രൂപ. അങ്ങനെ മൊത്തം 46,000 രൂപയാണ് വരുന്നത്. പിന്നെ 2,000 രൂപ വെച്ച് ഫോളോ അപ്പ്. അത് ഒരു നിർബന്ധമുള്ള കേസല്ല, അത് പല സാഹചര്യത്തിലും വരുന്നില്ല ഇപ്പോ. അതുകൊണ്ട് ഇപ്പത്തതിൽ അതിന് പ്രസക്തിയില്ല. 46,000 രൂപ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ഇതില് സോഷ്യൽ വർക്കേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് നമ്മളിങ്ങനെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഈ പ്രോഗ്രാം കൊണ്ട് കിട്ടണം, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എത്രയേ ഉള്ളൂ. നമ്മളിപ്പോ വളരെ ഒരു ഇതില് പ്രസന്റേഷനും പല കാര്യങ്ങളും കുറെ നമുക്ക് പരിമിതികളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരാളോട് ദത്തെടുക്കലിനെ കുറിച്ചിട്ട് നിങ്ങളോട് ഒരാളെ സംശയം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അറിവ്, അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ളത്. അതില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ മതി, എന്താണ് എന്നുള്ളത് പ്രാക്ടിക്കൽ തലത്തിൽ തന്നെ ചോദിച്ചോളൂ. ഇതിനിപ്പോ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോ നേരിട്ട് എവിടെയാ കൊടുക്കേണ്ടത്? ഓക്കെ, അപേക്ഷ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ വെബ്സൈറ്റിലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുന്നതിന് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ടെക്നിക്കലായിട്ട് അത്ര കാര്യങ്ങൾ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഒരുപാട് ഏജൻസികളുണ്ട്. അങ്ങനത്തെ ഒരു ഏജൻസിയാണ് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ്. ഓരോ ജില്ലയിലും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഇവിടെ മലപ്പുറം ജില്ലയിലാണോ? ഞാൻ മലപ്പുറം ജില്ലയിൽ വളവന്നൂർ പഞ്ചായത്തിൽ അംഗൻവാടി വർക്കറാ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചെയ്യേണ്ട അംഗൻവാടി വർക്കർക്ക് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസിന്റെ ഭാഗമായിട്ടുള്ള ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസ് ഉണ്ട് മഞ്ചേരി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ബന്ധപ്പെടാം. മിനി സിവിൽ സ്റ്റേഷനിലാണ് ഓഫീസ്. അതേപോലെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും, രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരാൻ പറ്റും. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളോട് ആരെങ്കിലും ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും നിങ്ങൾ കൊടുക്കുക. അത് നിങ്ങൾക്ക് തരും. അപ്പോൾ അത് നിങ്ങൾ അവർക്ക് കൊടുക്കുക. നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ബേസിക് ആയിട്ട് നമ്മൾ ഈ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുക. അത്ര ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും നിങ്ങൾ ഇവരെ ബന്ധപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അംഗനവാടി വർക്കേഴ്സിന് വളരെ വിശദമായിട്ടുള്ള ട്രെയിനിങ് വരുന്നുണ്ട്. ഓക്കെ, ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ ഈ കോവിഡ് ആയതുകൊണ്ട് ഇങ്ങനെ നീണ്ടു പോവാണ്. ശരി, താങ്ക്സ് സാർ.
ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടോ? സോഷ്യൽ വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഉണ്ട്, അംഗനവാടി ടീച്ചേഴ്സ്, ആശാ വർക്കർമാര്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം പെട്ടെന്ന് ചോദിക്കാം, നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഇത് റെക്കോർഡ് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഇത് കാണാനുള്ള സൗകര്യം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പരിപാടി ലിങ്ക് വിടോണ്ടിട്ടാ. ഓക്കെ, ലിങ്ക് വിടാം. എന്റെ ഒരുപാട് അമ്മമാർക്ക് കാണാനുണ്ടേ. ഓക്കെ, വിടാം. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കോർഡിനേറ്റേഴ്സിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ലിങ്കും അവര് അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പരിപാടി അവസാനിപ്പിക്കാൻ പോവാണ്. ഈ പരിപാടിക്ക് നന്ദി പറയുന്നതിന് വേണ്ടി തൃഷ്ണേനെ ക്ഷണിക്കുന്നു. തൃഷ്ണ. നമസ്കാരം. രണ്ടാമത്തെ വെബിനാറിന്റെ ടോപ്പിക് എല്ലാവർക്കും കുട്ടികളെ നിയമപരമായി എങ്ങനെ ദത്തെടുക്കാം എന്നതിനെ കുറിച്ച് ഫസൽ സാർ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു. സാറിന്റെ വിലയേറിയ സമയം നമുക്ക് ഇതിനു വേണ്ടി ചെലവഴിച്ചതിന് സാറിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ പേരിലും ജീവത് ഫൗണ്ടേഷന്റെ പേരിലും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഓക്കെ. പാസ് ചെയ്തു.